അങ്ങനെ നമ്മുടെ ചാനലിൽ എത്തിയിരിക്കുന്നത് എന്റെ ഇടവം ഫലം ഇത് ഡ്രാഗൺ പൈലി. കൊറേ പേരുകൾ ഉള്ളതുകൊണ്ട് എന്റെ മെയിൻ പേരെന്നാലും ഓർത്തിരിക്കുന്നത് നല്ലതായിരുന്നു. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. വെൽക്കം ടു ദ ഷോ. എല്ലാവരും നല്ലൊരു കൈ അടിച്ച് നമുക്ക് തുടങ്ങാം. ഞാൻ അടിക്കാറില്ല ഷാജി പാപ്പനും പിള്ളേരും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പൈസന്മാരായി 10 വർഷമായി. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ പക്ഷെ തമിഴ്നാട്ടിൽ കണ്ട് ഇപ്പോഴും എങ്ങല്ലേ എന്നെ ആഗ്രഹമാണ് അതൊക്കെ. അടി2 എന്തായിരുന്നു അത് തന്നെയായിരുന്നു അടി3 ക്യാരക്ടേഴ്സ് എല്ലാം. അത് മനസ്സിലായി. പിന്നെ പിന്നെ അത് എന്നോട് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. കണ്ണെനിക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ട് ഞാൻ കാണിക്കാറില്ല. മനസ്സ് നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം വരട്ടെ. സുന്ദരനായിട്ടുണ്ട്. ഞാൻ ഭയങ്കര സുന്ദരനാന്ന് എനിക്കറിയാം, നിങ്ങൾ പറയാതെ തന്നെ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഡ്യൂഡ് കോമൺ ആയത് തന്നെ വിനായക ചേട്ടന്റെ ക്യാരക്ടർ വന്നപ്പോഴാണ് എല്ലാരും ഹേ ഡ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കില്ലേ. ഇപ്പൊ ഈ വിനായകൻ ചേട്ടനൊക്കെ പറയുന്നുണ്ട് അറക്കലാബ് ഭയങ്കര ഈ ആട്3 എന്തൊക്കെയോ കാണിക്കുന്നു എന്താ സത്യത്തിൽ കാണിക്കുന്നേ? അതല്ല ഉദ്ദേശം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ, ആരാണ് റോങ് പ്ലേസിൽ ലൗഡായി ലാഫ് ചെയ്യുന്നത്? എല്ലാവരും റോങ് പ്ലേസിൽ ലൗഡായിട്ട് ലാഫ് ചെയ്യുന്നത്. റോങ് പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്ന ഏതാണ്? അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ. റോങ് പ്ലേസ് എന്താണ് ഉദ്ദേശിച്ചത്? അതായത് പറഞ്ഞോളൂ, മറ്റേ ഇതല്ലടാ ഇതോ. എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല, എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.